കണ്ണൂർ ജില്ലയിലെ തിരുങ്കൽ സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ പ്രൊഫഷണലി കഴിഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ശരിക്കും 2 വർഷക്കാലങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല തീരുമാനിച്ച ഒറ്റ കാരണം ആഴ്ച വരുമാനം 2,10,000 കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി കൂട്ടൂലെന്ന് സംശയം ഉണ്ടായിരുന്നു. അവസാനം 2 വർഷം ശേഷം എന്റെ സൈറ്റിൽ ടൈൽസിന് മേസിൽ ഒരാഴ്ച വരുമാനം 2,10,000 വാങ്ങിയ ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ബിസിനസ് കടന്നു വരുന്ന സമയത്ത് എന്റെ നാട്ടില് ഒരു എല്ലാ ആളുകളും നെഗറ്റീവ് നിൽക്കുന്ന സമയത്താണ് ഞാൻ കടന്നു വരുന്നത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തിരുങ്കൽ പഞ്ചായത്തിൽ 13 വാർഡുണ്ടെങ്കിൽ 9ഓളം STCFO ലീഡേഴ്സ് ഇന്ന് ആ പഞ്ചായത്തിൽ മാത്രമല്ല. ഈ ഒരു ബിസിനസ് വന്നുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഇത്തിരി ആളുകൾ മുമ്പിലും സംസാരിക്കാൻ മാത്രമല്ല, ഞാൻ യൂണിക്കോൺ എന്ന ബൈക്ക് മുതൽ ഇന്ന് 14 ലക്ഷം രൂപയുടെ നെക്സോൺ എന്ന കാറുകൾ സ്വന്തമാക്കാൻ ഈ ഒരു ബിസിനസ് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം മഞ്ചേരിയിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ തിരൂരേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ പോകുന്ന ബസ്സിലൊക്കെ ആളുകളൊക്കെ ഒരുപക്ഷെ എല്ലാ ആളുകളും തിരൂർ ടിക്കറ്റ് എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ ഉണ്ടാവും കോട്ടക്കൽ ഉണ്ടാവും, ചങ്കോട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജ് വഴി, അല്ലെങ്കിൽ അവസാനം തിരൂരിലെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പേർ ഉണ്ടാവും. പക്ഷെ ആ ബസ്സിൽ കുറച്ച് ആളുകൾ മാത്രമേ തിരൂർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് മനസ്സിലാക്കിയ ശേഷം തീരുമാനം എടുക്കുക. കാരണം ഈ ബസ്സാണെങ്കിലും ഇതിലെ ലീഡേഴ്സ് ആണെങ്കിലും ഇതിലെ മാനേജ്മെന്റ് ആണെങ്കിലും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും ആ തിരൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോലെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളുടെ ആളുകൾ കൊടുക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സർവീസ് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ജയ് ജയ് മത്സ്യം. താങ്ക് യു.